ഹലോ ഹായ്, ഇന്നൊരു ബുധനാഴ്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ പോയി രാവിലത്തെ തിരക്കുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞതിന് ശേഷം ഞാൻ കുട്ടീനൊക്കെ ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് വന്നിക്കാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ചോറും കറിയും കൊണ്ടുപോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ ചോറും കറിയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫ്രീ ആയി കിട്ടിയപ്പോൾ കുട്ടീനൊക്കെ ഉറക്കി നമുക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കുട്ടീനൊക്കെ ഉറക്കാണ് കേട്ടോ. അങ്ങനെ കുട്ടീനൊക്കെ ഉറക്കി കഴിഞ്ഞതിന് ശേഷം മുറ്റത്ത് നല്ല മൾബറി ഉണ്ടായി നിൽക്കണത് കാണാണ്ട് കേട്ടോ. റൂമിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ പഴുത്തിങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അത് പൊട്ടിച്ചു. അത് പിന്നൊക്കെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അതിന് സമയം കിട്ടില്ല. അങ്ങനെ മൾബറൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പോരുകയാണ് കേട്ടോ. പിന്നെ മൾബറിയിലേക്ക് ഇങ്ങനെ പഴുത്തതാണ് കേട്ടോ ഇഷ്ടം. എൻ്റെ മൂത്ത മോൾക്കാണെന്ന് വെച്ചെങ്കിൽ ഇതുപോലെ കരിമ്പഴുപ്പായിട്ടുള്ളതാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ തിരിച്ച് പോരുന്ന സമയത്തുണ്ട് മതിലിൽ നിറച്ച് ഒച്ചിങ്ങനെ പറ്റി പിടിച്ച് നിൽക്കണം കേട്ടോ. പറമ്പിൽ നല്ല പുല്ല് കയറിയിട്ടുണ്ട്. അതൊക്കെ വെട്ടി വൃത്തിയാക്കാനായിരിക്കും കേട്ടോ. വലിയ ഒച്ചുണ്ടാവില്ലേ, ഇവിടെ ഞങ്ങൾ ആഫ്രിക്കൻ ഒച്ചെന്നൊക്കെ പറയാം കേട്ടോ. ആ ഒച്ച നിറച്ച് മതിലുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് പിന്നെ ഉള്ളിൽ കയറിയിട്ട് ഞാനൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാൻ വിചാരിച്ചു കേട്ടോ. എനിക്ക് ഈ മസാല ചായ അതുപോലെ ഇഞ്ചിയും ഏലക്കായൊക്കെ ഇട്ടിട്ടുള്ള ചായ അതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ കുടിക്കാൻ. പക്ഷേ ഇക്കാണെന്ന് വെച്ചെങ്കിൽ ഏലക്കായ ഇട്ട ചായ ഒന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾ ഓരോക്കെ ഉണ്ടാവുന്ന സമയത്ത് സാധാ നോർമൽ ചായ ഉണ്ടാക്കി കുടിക്കും കേട്ടോ. പിന്നെ ആരും ഇല്ലാതെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടി ഉറങ്ങും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ തിരക്കായിട്ടുള്ള പണികളൊന്നുമില്ല. അപ്പോൾ ചായയൊക്കെ റെഡി ആയിട്ട് ഓനെ വന്ന് നോക്കി നോക്കുമ്പോൾ ഓന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. പുറത്താണെന്നുണ്ടെങ്കിൽ മഴ പെയ്തിട്ട് നല്ല ചളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു സിറ്റ് ഔട്ടിലിരുന്ന് ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നലെ ഉമ്മാനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ വീൽ ചെയർ റൂമിലേക്ക് വെക്കാൻ മറന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ റൂമിലേക്ക് കൊണ്ടുപോയി വെച്ച് പതുക്കെ സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ട് ചായ ഇങ്ങനെ കുടിക്കുകയാണ് കേട്ടോ. എത്ര ആൾക്കാർക്ക് ഒറ്റയ്ക്ക് ചായ കുടിക്കാൻ ഇഷ്ടമുണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. ചായ എന്നല്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ മാത്രം ഇഷ്ടങ്ങൾ നോക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് മണി പ്ലാന്റ് ഗ്രില്ലുമ്പോൾ കൂടെ കയറ്റി കൊടുക്കാനുണ്ട് കേട്ടോ. അത് കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ടൊന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ചുറ്റിക്കലൊക്കെ കഴിഞ്ഞ് മുറ്റത്തൊക്കെ നോക്കുമ്പോൾ അവിടെ അടിനയും പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൂവൊക്കെ ഒന്ന് കുറച്ച് നേരം പോയി നോക്കി. അത് നോക്കിക്കഴിഞ്ഞ് ഉള്ളിൽ കയറിയപ്പം നല്ല മഴ ഇങ്ങനെ ചാറുണ്ട് കേട്ടോ. എന്നാൽ കുറച്ച് നേരം ഒന്ന് മഴയത്ത് നിൽക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയി നോക്കി. മഴ പെട്ടെന്ന് തന്നെ നിൽക്കും ചെയ്തു കേട്ടോ. പിന്നെ ഈ മഴക്കാലത്ത് നമ്മുടെ ചെടികൾക്കൊക്കെ ഒരു പ്രത്യേക ജീവൻ വെച്ച പോലെയാണല്ലോ അല്ലേ. പൂക്കളൊക്കെ നല്ല ഉണ്ടാവുകയൊക്കെ ചെയ്യും. പിന്നെ ഇലകൾക്കൊക്കെ നല്ലൊരു ഭംഗിയല്ലേ കാരം. അപ്പോൾ നമ്മൾ എത്ര ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താലോ ഇതാക്കിയാലോ ഒന്നും എനിക്ക് കിട്ടാറില്ല കേട്ടോ. ഇനി എല്ലാവരുടെയും